സൗദി അറേബ്യയിലെ റിയാദിൽ ജോലി ചെയ്യുന്ന ഒരു പാവം പ്രവാസി കോഴിക്കോട്ടേക്ക് നാട്ടിലോട്ട് പോകുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്തു. നാട്ടുകാരനായ കൂട്ടുകാരനായിട്ടുള്ള മറ്റൊരു പ്രവാസി എന്നോട് വന്ന് ചോദിച്ചു, എനിക്കൊരു ഫോൺ കൊണ്ടുപോകാനായിട്ടുണ്ട്, നാട്ടിൽ നീ ഒന്ന് എത്തിക്കാമോ? നീ വീട്ടിലൊന്നും കൊണ്ടുകൊടുത്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട, എയർപോർട്ടിൽ വന്ന ഒരാൾ മേടിച്ചോളും, ഒരു ഫോണും ഒരു ചാർജറും മാത്രമേ ഉള്ളൂ. പല പ്രവാസികളും പറയുന്നത് പോലെ കുഴപ്പമില്ലടാ, നീ കൊണ്ടുപോവാ, ഞാൻ എത്തിക്കാമെന്ന് പറയുകയും ഈ പാവപ്പെട്ടവന്റെ ഭാഗ്യം, അവന്റെ കുടുംബത്തിന്റെ ഭാഗ്യം, അവൻ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ കീസിൽ പൊതിഞ്ഞ ഫോണ് അവന്റെ കൂട്ടുകാരന്റെ സഹായത്തോടുകൂടെ ഒന്ന് തുറന്നു നോക്കി. ചാർജറിന്റെ ഭാഗത്ത് ചെറിയൊരു വിടവ് കണ്ടുകൊണ്ടാണ് തുറന്നു നോക്കുന്നത്. ചാർജർ തുറന്നു നോക്കുമ്പോഴാണ് അതിന്റെ അകത്ത് മാരകമായിട്ടുള്ള ലഹരി മരുന്നാണ്. ഈ പാവപ്പെട്ടവൻ ഇതും കൊണ്ട് നാട്ടിലെ എയർപോർട്ടിലെല്ലാം ചെല്ലുകയും അബദ്ധവശാൽ ആളുകൾ പിടിക്കുകയും ഉദ്യോഗസ്ഥരെ പിടിക്കുകയും ചെയ്താലോ ഇവനെ കുറിച്ചുള്ള വാർത്തകൾ വരും. ഈ പറയുന്ന നമ്മൾ തന്നെ ഈ പാവപ്പെട്ടവനെ ചീത്ത വിളിക്കുകയും ചെയ്യും. അവനും പോയി അവന്റെ കുടുംബത്തിനും പോയി അവന്റെ മാനക്കേടാവുകയും ചെയ്ത് മറ്റൊരാളെ സഹായിക്കാനായിട്ട് പോയിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മാത്രമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും നല്ലവണ്ണം അണിഞ്ഞ് ആരായാലും, എത്ര വലിയ നാട്ടുകാരനായാലും കൂട്ടുകാരനായാലും മാന്യനായാലും ആരായാലും ഒന്ന് നല്ലവണ്ണം സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. എല്ലാവരും നല്ലവരുമല്ല, എല്ലാവരും ചീത്ത ആൾക്കാരുമല്ല. നമുക്ക് വലുത് നമ്മുടെ സേഫ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലോട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളും നല്ലവണ്ണം സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പം നാട്ടിൽ കിട്ടുന്നതിനേക്കാളും നല്ല വിലക്കുറവ് സാധനങ്ങൾ ഇവിടെ കിട്ടും. ഇവിടെ നിന്നാണ് നാട്ടിലോട്ട് പല സാധനങ്ങളും കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും പകലുപോലെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് സ്വയമായിട്ട് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ആരെയും ഉപദേശിക്കാനൊന്നുമില്ല. സൂക്ഷിക്കുന്നവർക്ക് സൂക്ഷിക്കാം, അല്ലാത്തവർക്ക് മേടിച്ചുകൊണ്ട് പോവാം. ഇത് ഇതിനുള്ളിലേ അപ്പൊ ഞങ്ങൾക്ക് ഇതുമതി ഇവിടെ സെക്രട്ടറി നടന്നപ്പോ ഡൗട്ട് പോയി. പിന്നെ വീഡിയോ ആണ് എന്റെ വോയിസ് അതിൽ ഞങ്ങൾ ഞാൻ ഒരു അങ്ങനെ 1, 3, 4 ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല. കല്ലാണോ ഇത്?